അർജന്റീന വേഴ്സസ് കെബെ വെർദെ 3-2 എന്ന സ്കോറിനാണ് അർജന്റീന കെബെ വെർദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത്. നമ്മൾ ഈ മത്സരത്തിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ കെബെ വെർദയെ നമ്മൾ ഒരിക്കലും ചെറിയ ടീമായിരിക്കാം പക്ഷേ അവരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു 10 ഇരട്ടി പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു രീതിയിലാണ് ഈ മത്സരത്തിൽ കെബെ വെർദെ അർജന്റീനയ്ക്കെതിരെ കളിച്ചിരിക്കുന്നത്. കെബെ വെർദെ നമ്മൾ നോക്കുമ്പോൾ ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ, ഈ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിന്, സൗദി അറേബ്യ, ഉറുഗ്വയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് 3 ടീമുകൾക്കെതിരെയും ഒരു സമനില വാങ്ങിക്കൊണ്ടാണ്, അതായത് ആദ്യ മത്സരം സ്പെയിനെതിരെയാണെന്ന് ഓർക്കണം, ആ സ്പെയിനെ സമനിലയിൽ തളച്ചുകൊണ്ടാണ് ആദ്യ മത്സരം ആ വേൾഡ് കപ്പ് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് 2-2 ഉറുഗ്വയ്ക്കെതിരെ ഒരു ഡ്രോ പിടിച്ച് കൊണ്ടുവരുന്നു, പിന്നെ സൗദിക്കെതിരെ ഒരു 0-0 സമനില. അങ്ങനെ ഒരു വിജയമില്ലാതെ ഒരു 3 പോയിന്റ് മികച്ച 3-ാം സ്ഥാനക്കാരായിട്ട് ഈ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32ലേക്ക് കടന്ന ആ ടീമാണ് അർജന്റീനയെ, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള അർജന്റീന, അതുപോലെ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയെ ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് 120 മിനിറ്റ് വരെ അർജന്റീനയ്ക്ക് കാക്കേണ്ടി വന്നു ഒരു വിജയത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ആ കെബെ വെർദെ എന്ന് പറയുന്ന ടീമിൻ്റെ താരങ്ങളുടെ ബോഡി ലാംഗ്വേജ് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. അപാര കോൺഫിഡൻ്റ് ആയിട്ടാണ്, അപാര ആത്മവിശ്വാസത്തോടു കൂടിയാണ് അർജന്റീനയ്ക്കെതിരെ അവർ കളിക്കാനിറങ്ങുന്നത്. എസ്പെഷ്യലി അവരുടെ കീപ്പറായിട്ടുള്ള വൊസീഞ്ഞ എന്ന് പറയുന്ന താരം. ലിയണൽ മെസ്സിയുടെ ഒക്കെ എത്ര ഫ്രീ കിക്കാണ് അദ്ദേഹം ഡിഫെൻഡ് ചെയ്യുന്നത്, എത്ര സേവുകൾ മത്സരത്തിൽ ആ മനുഷ്യൻ നടത്തിയിട്ടുണ്ട്, എത്ര ക്ലോസ് റേഞ്ചിൽ ഗോളാണ് എന്ന് ഉറപ്പിച്ച പല ചാൻസുകളും ആ മനുഷ്യൻ തടഞ്ഞിടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വയസ്സാണ്, 40-കാരനാണ്. അതുപോലെ ലിയണൽ മെസ്സിക്ക് 39 വയസ്സുകാരൻ ഇവിടുന്ന് അറ്റാക്ക് നടത്തുമ്പോൾ ഒരു 40-കാരനാണ് അവിടെ ഡിഫെൻഡ് ചെയ്ത് ആ മത്സരത്തിൽ ഒരു ഉടനീളം 120 മിനിറ്റ് വരെ അവരെ തടഞ്ഞു നിർത്താൻ അവരെ ഹെൽപ്പ് ചെയ്തത്. നമ്മൾ അർജന്റീനയുടെ ആ ഒരു വിജയത്തിനേക്കാളും നമുക്ക് കുറച്ചും കൂടി മാധുര്യം നൽകുന്നത് ഈ ടീമിൻ്റെ ഒരു പരാജയത്തിലാണ്. 3-2 അവർ പരാജയപ്പെട്ട ടീമാണെങ്കിൽ കൂടി ആ 2 ഗോൾ അവർ തിരിച്ചടിക്കുന്നു. 2 തവണ അവർ പിറകിലേക്ക് പോകുന്നുണ്ട്. ആദ്യം അർജന്റീന അടിക്കുന്നു, തിരിച്ചടിക്കുന്നു, വീണ്ടും അർജന്റീന ലീഡെടുക്കുന്നു, വീണ്ടും കംബാക്ക് നടത്തുന്നു. അങ്ങനെ 2 തവണ പിറകിൽ പോയിട്ടും അവർ തിരിച്ചു വരാൻ കാണിച്ച ആ ഒരു കോൺഫിഡൻറ്റ്, വിജയിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് അവരെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതിൽ ഒരുപാട് താരങ്ങൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അർജന്റീനയാണ് എതിരെ, അതായത് വേൾഡ് ചാമ്പ്യന്മാരാണ്, ഫിഫ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള ഒരു ടീമാണ് എതിരെ എന്നറിഞ്ഞിട്ടും അതിനൊന്നും യാതൊരു വില കൽപ്പിക്കാതെ അവരെങ്ങനെയാണോ ഇത്രയും മത്സരങ്ങൾ, ഈ 3 മത്സരങ്ങൾ കളിച്ച് ഈ വേൾഡ് കപ്പിൽ റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയത്, അതേ രീതിയിൽ മികച്ച പെർഫോമൻസ് അവർക്ക് ഈ അർജന്റീനയ്ക്കെതിരെയും കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ്, ഈ വേൾഡ് കപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് നടന്ന ഫ്രണ്ട്ലി മത്സരം സെർബിയക്കെതിരെ അവർ 3-0 എന്ന് പറയുന്ന ഒരു വലിയ മാർജിനിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ടീമാണ് ഈ വേൾഡ് കപ്പിലേക്ക് ഇത്രയും മികച്ച ഒരു തോൽവി അറിയാതെയുള്ളൊരു കുതിപ്പ്. ഒടുക്കം അർജന്റീനയ്ക്ക് മുമ്പിൽ അവർ ഒരു മുട്ടുമടക്കേണ്ടി, തോൽവി സമ്മതിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അർജന്റീന ഒരു നിമിഷം ഒന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് മറ്റൊരർത്ഥത്തിൽ പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഈ വൊസീഞ്ഞ എന്ന് പറയുന്ന കെബെ വെർദെയുടെ കീപ്പറിന് ഒരുപക്ഷെ യങ് ആയിരുന്നെങ്കിൽ, 40 വയസ്സൊന്നും ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു യൂറോപ്പിൽ തന്നെ ഒരു വലിയ ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്യുമായിരുന്നു. അത്രത്തോളം പൊട്ടൻഷ്യലുള്ള ഒരു താരമാണ് വൊസീഞ്ഞ എന്ന് പറയുന്ന താരം. ഈ വേൾഡ് കപ്പിനെ സംബന്ധിച്ച് ഈ റൗണ്ട് ഓഫ് 32ൽ പുറത്തായ ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ടല്ലോ, ഐവറി കോസ്റ്റ് ആണെങ്കിലും സെനഗലാണെങ്കിലും അതുപോലെ DR കോംഗോയാണെങ്കിലും ഇപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ടീമാണ് ഇപ്പോൾ കെബെ വെർദെ എന്ന് പറയുന്ന ടീം. ആഫ്രിക്കയിൽ നിന്നുള്ള ഇപ്പോൾ ഈ 4 ടീമും പുറത്തായിട്ടുണ്ട്. പക്ഷേ ആ 4 ടീം ഒപ്പോണൻസിന് നൽകിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അവർ പോലും ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാമെന്ന് എതിരാളികൾ പോലും കരുതിയിരുന്ന ആ ഒരു നിമിഷം അത്രത്തോളം മികച്ച രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ട് ആ മത്സരത്തെ അവസാനം ഒടുക്കം പരാജയപ്പെട്ടു പോയവരാണ് ഇവരൊക്കെ. ഇനി ഈ മത്സരത്തിലെ ലിയണൽ മെസ്സിയുടെ ഗോള് കണ്ടെത്തിയതോടുകൂടി അദ്ദേഹം 8 വേൾഡ് കപ്പ് മത്സരത്തിലും ഗോളടിക്കുന്ന, 8 കൺസിക്യൂട്ടീവ് മത്സരത്തിലും ഗോളടിക്കുന്ന താരമായിട്ട് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം അവസാനം 3-ാമത്തെ ഗോൾ സ്കോർ ചെയ്ത റൊമേറോക്ക് അസിസ്റ്റ് നൽകിയത് സാക്ഷാൽ ലിയണൽ മെസ്സിയാണ്. അതോടുകൂടി ലിയണൽ മെസ്സി ഈ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരമായിട്ട് മാറിയിരിക്കുകയാണ്. മറഡോണയോടൊപ്പം അദ്ദേഹം ഈക്വലായിട്ട് പോയിരുന്ന ആ റെക്കോർഡാണ് ഇപ്പോൾ ലിയണൽ മെസ്സി 9 അസിസ്റ്റോടുകൂടി ആ റെക്കോർഡ് തിരുത്തി കുറിച്ചിരിക്കുന്നത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമിനെ പരാജയപ്പെടുത്താൻ ലിയണൽ മെസ്സിക്കും സംഘത്തിനും 120 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. അങ്ങനെ 2-3 എന്ന സ്കോറിന് അർജന്റീന കെബെ വെർദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് റൗണ്ട് ഓഫ് 16ലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ ഈജിപ്താണ് എതിരാളികൾ. അതോടുകൂടി ഈ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32 മത്സരം അവസാനിച്ചിരിക്കുകയാണ്. ഇനി റൗണ്ട് ഓഫ് 16 ഇന്ന് തന്നെ മത്സരം ആരംഭിക്കുന്നതായിരിക്കും. എന്നാൽ അർജന്റീന ഈജിപ്തിനെയാണ് റൗണ്ട് ഓഫ് 16 നേരിടാൻ പോകുന്നത്.